ദ സ്പൈസി ടെയിലിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ചോക്കോനട്ട് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കേക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു കേക്ക് കൂടെയാണ്. മാർക്കറ്റിലൊക്കെ പൊതുവെ വളരെയധികം റേറ്റ് കൂടിയൊരു കേക്ക് കൂടിയാണ് ചോക്കോനട്ട്സ് കേക്ക്. ഒരു കിലോയ്ക്ക് ഏകദേശം 900 മുതൽ 1000 രൂപ വരെയൊക്കെ ചാർജ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളുടെ ചോക്കോനട്ട്സ് കേക്ക് കണ്ടില്ലേ, 3 ലെയറൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് മൈദയാണ് എടുക്കുന്നത്. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ml കപ്പാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. അടുത്തായിട്ട് ഡാർക്ക് കൊക്കോ പൗഡറാണ് ആഡ് ചെയ്യുന്നത്. 3 ടേബിൾ സ്പൂൺ ഡാർക്ക് കൊക്കോ പൗഡറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ഒരു 3 വട്ടം നമുക്ക് സീവ് ചെയ്തെടുക്കാം. അത് 3 വട്ടം സീവ് ചെയ്ത് മാറ്റിയതിന് ശേഷം വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റണം. അതിനാദ്യമായിട്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ പോവുകയാണ്. നന്നായി ബീറ്റ് ചെയ്തിട്ട് മുട്ടയുടെ ഈ ഒരു മഞ്ഞ കളറൊക്കെ മാറിയിട്ട് ഒരു ഓഫ് വൈറ്റ് കളറാകുമ്പോൾ ഏകദേശം മുട്ട റെഡിയായി കിട്ടും. ഇപ്പോൾ മുട്ട റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് പൊടിച്ച പഞ്ചസാരയാണ്. 1/4 കപ്പ് പഞ്ചസാര തന്നെയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പൊടിച്ചെടുത്ത പഞ്ചസാര 4-5 വട്ടമായിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്യുന്നത്. അതിനുശേഷം 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാണ്. ഓയിൽ ആഡ് ചെയ്തിട്ട് ലോ സ്പീഡിലാണ് ബീറ്റ് ചെയ്യേണ്ടത്. വളരെ കുറച്ച് സമയം മാത്രം ബീറ്റ് ചെയ്താലും മതി. 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ കൂടെ പാല്, ഇളം ചൂടുള്ള പാലൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പാലിൻ്റെ എമൗണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അതൊന്ന് നിങ്ങൾ നോക്കിയിട്ട് വേണ്ട പോലെ ചെയ്താലും മതി. അടുത്തായിട്ട് നമ്മളുടെ സീവ് ചെയ്ത് വെച്ച മിക്സ്ചർ കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇളം ചൂടുള്ള പാലാവുമ്പം കേക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. പാല് ഞാൻ ഈ പറഞ്ഞ പോലെ 2-3 വട്ടമായിട്ട് തന്നെയാണ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അടുത്ത ബാച്ച് ആഡ് ചെയ്തു ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. മിക്സ് ചെയ്യുന്നതൊക്കെ പതുക്കെ തന്നെ ചെയ്താലും മതി. ഏകദേശം ഒരു റിബൺ കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. നമ്മളുടെ ബാറ്റർ നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. നന്നായിട്ട് സൺഫ്ലവർ ഓയിൽ വെച്ച് ബട്ടർ പേപ്പർ പ്ലേസ് ചെയ്ത് ഗ്രീസ് ചെയ്ത ബേക്കിംഗ് ട്രേ ആണിത്. അതിലേക്ക് ബാറ്റർ ഒഴിച്ചിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവൻ സെറ്റപ്പിലേക്ക് വെച്ചിട്ട് 35 മുതൽ 40 മിനിറ്റ് വരെ എടുത്തിട്ടാണ് ഈ കേക്ക് എനിക്ക് ആയത്. 8 ഇഞ്ചിൻ്റെ പാനിലാണ് ഞാൻ വെച്ചത്. 3 ലെയറായിട്ടാണ് ഞാനിത് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ 180 ഗ്രാമിൻ്റെ നട്ട്സാണ് എടുത്തിട്ടുള്ളത്. ബദാം, പിസ്ത, കശുവണ്ടി ഇതെല്ലാം കൂടി 180 ഗ്രാം എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. 5 മിനിറ്റ് പാനിലിട്ടിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് അത് ഞാൻ മാറ്റി വെക്കുന്നത്. അടുത്തായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 150 ഗ്രാം മിൽക്ക് കോമ്പൗണ്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച മിൽക്ക് കോമ്പൗണ്ടാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അൺസോൾട്ടഡ് ബട്ടറാണ്. അത് നമുക്കൊന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം.
നമ്മളുടെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ച നട്ട്സ് എല്ലാം ചെറിയൊരു സിപ്പർ ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട്, ഇപ്പോൾ ഇത് ചപ്പാത്തിയുടെ ആ റോളാണ്, ആ റോൾ വെച്ച് നന്നായിട്ട് അടിച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. മിക്സിയിലിട്ട ഒരുപാട് പൊടിഞ്ഞു പോകും, അങ്ങനെ നമുക്ക് പൊടിയായി കിട്ടിയാലും പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ ചെയ്തത്. അടുത്തായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഇതിലേക്ക് വേണ്ടത് 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുവാണ്. അടിച്ച് ഏകദേശം റെഡി ആയപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച സെയിം ഗനാഷ് തണുത്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടത്. നല്ല ചോക്ലേറ്റി ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ വരെയൊക്കെ ആഡ് ചെയ്യാം. ഇതിപ്പോൾ മിൽക്ക് കോമ്പൗണ്ട് ആയതുകൊണ്ട് ഒരുപാട് കളറ് ക്രീമിന് കിട്ടില്ല, എന്നാലും അത്യാവശ്യം ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് കൂടെ ഉണ്ടാക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായി 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എസൻസ് ഒഴിച്ചിട്ടുണ്ട്, 4 ഡ്രോപ്പ് വരെ ഒഴിച്ചിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമ്മളുടെ കേക്ക് നമുക്ക് ലെയർ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ലെയർ കേക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ നല്ലതായിട്ട് സിറപ്പ് തണുത്ത ശേഷം ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ലെയർ ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ടാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യാറ്. പൈപ്പിംഗ് ബാഗ് വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടും. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ഗനാഷ് ഒരു 2 ടേബിൾ സ്പൂൺ വരെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച നട്ട്സ് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഉപയോഗിച്ച മിൽക്ക് ചോക്ലേറ്റ് ഉണ്ട്, അതൊരു ടീസ്പൂണും കൂടി വിതറി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ ഓഫ് കേക്ക് വെക്കുകയാണ്. കേക്ക് നന്നായിട്ട് സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ചോക്ലേറ്റ് എസൻസ് ഇല്ലെങ്കിൽ അത് നമ്മൾ സിറപ്പിൽ യൂസ് ചെയ്യേണ്ട, ജസ്റ്റ് നമ്മളുടെ കയ്യിലുള്ള പഞ്ചസാര വെച്ചിട്ട് മാത്രം വെള്ളം ഉണ്ടാക്കി ഒഴിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റിന് വലിയ വ്യത്യാസം ഉണ്ടാവില്ല, ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. അടുത്ത ലെയർ ഓഫ് ക്രീം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്തിട്ടുണ്ട്. തണുത്തിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. 2 ടീസ്പൂൺ നട്ട്സ് ക്രഷ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മിൽക്ക് ചോക്ലേറ്റ് നന്നായിട്ട് മുറിച്ചിട്ട് അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ലെയർ പ്ലേസ് ചെയ്തു. കേക്കിൻ്റെ സ്പോഞ്ചിൻ്റെ ഏറ്റവും ലാസ്റ്റ് ലെയർ കൂടെ പ്ലേസ് ചെയ്തിട്ട് അത് ഫുള്ളായിട്ട് ഇനി ക്രീം കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം ഞാൻ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കേക്ക് ഫുള്ള് ഞാൻ ഈ ക്രീം വെച്ചിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്യേ വേണ്ടുള്ളൂ. പാലറ്റ് നൈഫ് ഉപയോഗിച്ച് ഷേപ്പ് ചെയ്യാം, അല്ലെങ്കിൽ സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ടും ഷേപ്പ് ചെയ്യാം. ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അങ്ങനെ ഷേപ്പ് ചെയ്യാം. ഒരുപാട് ഷേപ്പ് ആയിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി ഫുള്ളായിട്ട് കോട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഇതിൻ്റെ മുകളിൽ നമ്മൾ ഗനാഷ് കോട്ടിങ് വരുന്നത് കൊണ്ട് കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഈ കേക്ക് ഞാൻ ഫുള്ളായിട്ട് ക്രീം കോട്ട് ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഗനാഷ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുന്നത്. ഗനാഷ് നന്നായി തണുത്ത ശേഷം മാത്രമാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഗനാഷ് ഒന്ന് നന്നായിട്ട് ഒഴിച്ചിട്ട് എല്ലാ സ്ഥലത്തേക്കും കവർ ചെയ്യുന്നത് പോലെ വേണം ഒഴിക്കാനായിട്ട്. ഒന്ന് തിരിച്ച് വിട്ട് കൊടുത്താൽ ഏകദേശം കുറേയൊക്കെ കവറായിട്ട് കിട്ടും. പിന്നെയും കവറാവാത്ത നമുക്ക് മെല്ലെ നമ്മളുടെ പാലറ്റ് നൈഫ് ഒന്ന് ചൂടാക്കിയിട്ട് ജസ്റ്റ് എല്ലാ സ്ഥലത്തേക്കും എത്തത്തക്ക രീതിയിൽ അതൊന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അതങ്ങനെ കവറായിക്കോളും. ഇനി കവർ ചെയ്യാത്ത ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ എന്തായാലും നട്ട്സ് വരും, അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. ഇനി നട്ട്സ് നന്നായി പൊടിച്ച് വെച്ചത് നമുക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ ഫുള്ളായിട്ട് ഇതിനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്തിട്ട് ബാക്കി എത്താത്ത സ്ഥലങ്ങളിൽ നമ്മൾ ജസ്റ്റ് നമ്മളുടെ ആ സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ടൊന്ന് മെല്ലെ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. അത് സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഒന്നുകൂടി ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ചെറിയ ഗോൾഡൻ ബീഡ്സും വലിയ ഗോൾഡൻ ബീഡ്സും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, ഒരുപാട് ഡെക്കറേഷനൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഈ അടിപൊളി ടേസ്റ്റുള്ള കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് പിന്നെ എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ് ഈ കേക്ക്, നല്ല ജ്യൂസിയും വെറ്റും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ഞാനൊന്ന് ചൂടാക്കിയിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്, അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കട്ടായിട്ട് കിട്ടും.
അപ്പോൾ ഞാൻ കട്ട് ചെയ്തതാണ് കണ്ടല്ലോ 3 ലെയേഴ്സൊക്കെ ആയിട്ട് നമ്മളെ കേക്ക് നല്ല കിഡിലനായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഈ കേക്കിൻ്റെ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കണം. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ.